രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ബംഗാൾ സന്ദർശനത്തിലെ പ്രോട്ടോകോൾ വിവാദത്തിൽ പോരുമുറുകുന്നു. രാഷ്ട്രപതി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ഇരിക്കുന്ന ചിത്രം പുറത്തുവിട്ടാണ് മമതയുടെ തിരിച്ചടി. ബിജെപി നേതാവ് എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്നം സമ്മാനിക്കുന്ന ചടങ്ങിന്റെ ചിത്രമാണ് തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടത്. 2024 മാർച്ച് 31-നായിരുന്നു ചടങ്ങ്. രാഷ്ട്രപതിയെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. പ്രധാനമന്ത്രി തന്റെ കസേരയിൽ സുഖമായിരിക്കുമ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഗോത്രവർഗ വനിതാ രാഷ്ട്രപതി നിൽക്കുന്നു എന്ന പരാമർശത്തോടെയാണ് ചിത്രം പുറത്തുവിട്ടത്. ബംഗാളിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെ സ്വീകരിക്കാൻ മമതാ ബാനർജി എത്താതിരുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ആരോപണം. അതേസമയം സ്വകാര്യ പരിപാടിയാണ് നടന്നതെന്നും ബംഗാൾ സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്നും മമതാ ബാനർജി പ്രതികരിച്ചു. From state government, the letter is sent that this organization don't have any capability to organize the program of the Honorable President of India. They didn't involve us. It is neither the state government program and neither the state government is involved. So whatever happened, the organizer is the private party, and it is that instead of repeating that, please see that they may not provide all good program for you, but it is the choice of the Honorable President. They accepted the invitation, so it is their prerogative, it is not our prerogative. എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്നം സമ്മാനിക്കുന്ന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ബിജെപി ബംഗാൾ ഘടകം. ചടങ്ങിൽ പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ രാഷ്ട്രപതി നിൽക്കുകയാണെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം തെറ്റിദ്ധാരണ പരത്താനാണെന്ന് ബിജെപി ആരോപിച്ചു. ചടങ്ങിൽ രാഷ്ട്രപതി ഇരിക്കുന്നതും പിന്നീട് എഴുന്നേറ്റ് അദ്വാനിക്ക് ഭാരതരത്നം നൽകുന്നതുമാണ് ദൃശ്യം.